Welcome to the next section of Chapter 2, Microeconomics, Theory of Consumer Behavior. What all we have discussed till now? We discussed utility, we discussed indifference curve, we discussed budget side, then we discussed optimal bundle, then law of demand, then we discussed what are normal and inferior in the last class, then we discussed about what are the factors which is shifting demand curve and all. So today let's discuss about a little bit further about demand curve. So last class we were discussing about what shifting in demand curve, what factors shifting demand curve. One was income, one was preferences, one was price of related goods and all. So if the price of the same good is changing, say price of the same good is changing, what x-axis price and quantity. So that time the movement will be along the demand curve. ഈ ഒരു ക്വാണ്ടിറ്റിയുടെ പ്രൈസിൽ വ്യത്യാസം വരുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് എന്തായിരിക്കും? ഈ ഡിമാൻഡ് കർവിൻ്റെ എലോങ് ദ ഡിമാൻഡ് കർവ്. അതായത് ഈ പ്രൈസ് കുറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റി കൂടും, പ്രൈസ് കൂടുകയാണെങ്കിൽ ക്വാണ്ടിറ്റി കുറയും. സോ ആ ഗുഡിൻ്റെ തന്നെ പ്രൈസിലെ വ്യത്യാസം അതിനെന്താണ്? മൂവ്മെൻറ്റ് എലോങ് ദ ഡിമാൻഡ് കർവാണ്. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നില്ല. ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഗുഡിൻ്റെ പ്രൈസ് മാറുമ്പോൾ ആ നമ്മുടെ ഡിമാൻഡ് കർവ് എന്താണ്? അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ മുകളിലോട്ടും ഇങ്ങനെ താഴോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് ക്വാണ്ടിറ്റിയിലെ വ്യത്യാസം ഇങ്ങനെ പ്രൈസ് കൂടുന്നതനുസരിച്ചും ഈ ഗ്രാഫിൻ്റെ ഈ വരയുടെ അങ്ങനെ മുകളിലോട്ടും താഴോട്ടും പോയിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് മൂവ്മെൻറ്റ് along the demand curve. But when the income increases, the demand curve was shifting. When the price of that same good is increasing or decreasing, the movement will happen within the demand curve. Movement will be along the demand curve. So next we will be looking into what is market demand. What is market demand? You forget this picture, okay? What is market demand? So this is, say, an individual A. This is an individual B. രണ്ട് individuals, some Tom and some cat. So whatever, ഒരു എയും ബിയും, ടോമോ ഹാരിയോ അല്ലെങ്കിൽ എയും ബിയോ, അങ്ങനെ രണ്ട് ഇൻഡിവിജ്വൽസ്. This is A's demand curve and this is B's demand curve. So we are trying to depict his demand curve. ഈ P2 എന്ന പ്രൈസിൽ Q2 ഡിമാൻഡ് ചെയ്യുന്നു എ, P1 എന്ന പ്രൈസിൽ Q1 ഡിമാൻഡ് ചെയ്യുന്നു ആര്? എ. സോ ഈ ബിയിൽ എന്താണ്? P2 ക്യാപ്പിൽ എന്താണ്? Q2 ക്യാപ്പ് ഡിമാൻഡ് ചെയ്യുന്നു. അതുപോലെ P1 ക്യാപ്പിൽ Q1 ക്യാപ്പ് ഡിമാൻഡ് ചെയ്യുന്നു. സോ ഇവിടെ ക്യാപ്പിൻ്റെ ആവശ്യമില്ല, രണ്ടും ഒരു പ്രൈസ് ആയിരിക്കും എന്ന് വിചാരിക്കുക, ഒരു പ്രൈസാണെന്ന് വിചാരിക്കുക. സോ ഈ P1 എന്ന പ്രൈസിൽ Q2 ക്യാപ്പ് ഡിമാൻഡ് ചെയ്യുന്നു, അല്ല P2 എന്ന് പറയുന്ന പ്രൈസിൽ Q2 ക്യാപ്പ് ഡിമാൻഡ് ചെയ്യുന്നു, P1 എന്ന് പറയുന്ന പ്രൈസിൽ Q1 ക്യാപ്പ് ഡിമാൻഡ് ചെയ്യുന്നു. ഇവിടെ രണ്ട് ക്യാപ്പ് ഇട്ടു എന്ന് മാത്രം, വേറൊരു ക്വാണ്ടിറ്റിയാണ്, ബീൻ്റെ ക്വാണ്ടിറ്റിയാണ് എന്ന് തെളിയിക്കാൻ. സോ എൻ്റെ ഡിമാൻഡ് കർവ് ഉണ്ട്, ബീൻ്റെ ഡിമാൻഡ് കർവ് ഉണ്ട്. സോ ഈ മാർക്കറ്റ് ഡിമാൻഡ് കർവ്, സോ ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് മീൻസ് ദാറ്റ് ദ സം ഓഫ് ദ ഓൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്സ്. അതായത് ഒരു ഇൻഡിവിജ്വൽസ്, കുറേ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, എയും ബിയും സിയും ഡി, അങ്ങനെ A to Z ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. A to Z അല്ല, A to N നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. ദർ വിൽ ബി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇൻഫിനിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കുറേ ആളുകളുണ്ടാവും. സോ ഈ ഇൻഡിവിജ്വൽസിൻ്റെ എല്ലാം ഡിമാൻഡ് സമപ്പ് ചെയ്യുമ്പോൾ, ഇൻഡിവിജ്വൽ മീൻസ് ദാറ്റ് ക്യാൻ ബി എ ഫേം, ഒരു കമ്പനി ആവാം, ദാറ്റ് ക്യാൻ ബി എൻ MNC, വാട്ട് എവർ, അതിൻ്റെ എല്ലാം കൂടി ഡിമാൻഡ് സമപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കിട്ടുന്നത്. സോ ദ മാർക്കറ്റ് ഡിമാൻഡ് വിൽ ബി വാട്ട്? A പ്ലസ് ബി. അത് ഹൊറിസോണ്ടലി എന്താണ്? ഹൊറിസോണ്ടലി സമപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ മാർക്കറ്റ് ഡിമാൻഡ് കർവ് കിട്ടും. ദിസ് ഈസ് ദ വാട്ട്? ദിസ് ഈസ് A പ്ലസ് ബി മാർക്കറ്റ് ഡിമാൻഡ് കർവാണിത്. ഈ Q1ഉം Q2 ക്യാപ്പും Q2ഉം Q2 ക്യാപ്പും കൂടിയും സമ്മപ്പ് ചെയ്തു, Q1ഉം Q2 ക്യാപ്പും കൂടി സമ്മപ്പ് ചെയ്തു, നമ്മൾ എന്താണ് ഒരു പുതിയ ഡിമാൻഡ് കർവ് വരയ്ക്കുകയാണ്. ദാറ്റ് ഈസ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. സോ ഫോർ ദ സിംപ്ലിസിറ്റി ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, സേ ദിസ് കർവ് വാസ് Q is equal to 10 minus B. What can be this? This is for, say, for example, Q is equal to 15 minus B. Got it? One is 10 minus B, one is 15 minus B. What will be the market demand? Market demand will be what? QM. We can represent QM will be Q1. Q1, Q2 എന്ന് വിളിക്കാം, ഇയാളെ Q1 എന്ന് വിളിക്കാം. സോ Q1 പ്ലസ് Q2
ഇത് രണ്ടും കൂടി 10 മൈനസ് പിയും 15 മൈനസ് പിയും കൂടിയും സമ്മപ്പ് ചെയ്യാണ്. വാട്ട് വിൽ ഹാപ്പൻ? ജസ്റ്റ് ദിസ് ഇസ് സിമ്പിൾ മാത്തമാറ്റിക്സ്. 10 മൈനസ് പി പ്ലസ് 15 മൈനസ് പി. 10 ആഡ് ചെയ്യും. 25 മൈനസ് 2p. ഇതാണ് മാർക്കറ്റ് ഡിമാൻഡായിട്ട് വരുന്നത്. സി ആസ് സിമ്പിൾ ആസ് ദാറ്റ്. സോ രണ്ട് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ഉണ്ടായിരുന്നു. ആ രണ്ട് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവിനെ നമ്മൾ സമ്മപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കർവ് കിട്ടുന്നു. സോ ദ സിമ്പിൾ ഐഡിയ ഈസ് ദാറ്റ് ദ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് sum up to give us the market demand curve. Okay guys, next topic what we are going to discuss is elasticity. So before going to that, let's look at some examples. The first good is essential medicine. നമുക്ക് ആവശ്യമായ ജീവൻ നിലനിർത്താനുള്ള ആവശ്യമായ മരുന്നുകൾ. So if there is a price change, so say now we are consuming 10 units. There is a price change of what? 20%. അതായത് പ്രസൻറ്റ് ഡിമാൻഡ് 10 യൂണിറ്റ്സ് ആണ്. ഒരു ആവശ്യ മരുന്നുകളാണ്, നമുക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യം മരുന്നുകളാണ്. അതിന് ഒരു 100 രൂപയായിരുന്നു. പെട്ടെന്ന് 20% പ്രൈസ് ഇൻക്രീസ് ഉണ്ടായിട്ട് 20% പ്രൈസ് ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എത്ര മരുന്ന് വാങ്ങും എന്നുള്ളതാണ്. സോ ഈ ജീവൻ നിലനിർത്താൻ ആവശ്യമായ മരുന്നായതുകൊണ്ട് തന്നെ സോ വി വോണ്ട് ബി ട്രൈയിങ് ടു റെഡ്യൂസ് ദ കൺസപ്ഷൻ. ഇവിടെ പ്രൈസ് കൂടി എന്നതുകൊണ്ട് ഈ മരുന്നിൻ്റെ കൺസപ്ഷൻ നമ്മൾ നിർത്തില്ല. സോ ക്വാണ്ടിറ്റിയിൽ വരുന്ന ചേഞ്ച് ചിലപ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴും കൺസ്യൂം ചെയ്യുന്നത് 10 യൂണിറ്റ്സ് തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യും. 10 യൂണിറ്റ്സ് തന്നെ കൺസ്യൂം ചെയ്യാം. ഇവിടെ നമുക്ക് പ്രസൻറ്റ് കൺസപ്ഷൻ കൊടുക്കാം. പ്രസൻറ്റ് കൺസപ്ഷൻ, ക്വാണ്ടിറ്റി ചേഞ്ച് അല്ല, പ്രസൻറ്റ് കൺസപ്ഷൻ. സോ ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്തെങ്കിലും ചേഞ്ച് വന്നോ? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് 0 ആണ്, അല്ലെങ്കിൽ നോ ചേഞ്ച് ആണ്. സിമ്പിൾ ലോജിക്. ജീവൻ നിലനിർത്താൻ ആവശ്യമായ മരുന്ന്, ആ മരുന്നിന് നമ്മളിപ്പോൾ എത്ര വില കൂടിയാലും നമ്മളത് വാങ്ങിയേ മതിയാവും. സിമ്പിൾ. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഏത് പ്രൈസിൽ വ്യത്യാസം വന്നിട്ടോ. നെക്സ്റ്റ് വാട്ട്? പെട്രോൾ നമ്മൾ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 15 ലിറ്റർ വാങ്ങുന്നതെന്ന് വിചാരിക്കാം. 15 ലിറ്റർ പെട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദർ ഇസ് എൻ ഇൻക്രീസ് ഓഫ് 20%. ഒറ്റയടിക്ക് 20% കൂടില്ല, എങ്കിലും വിചാരിക്കാം നമ്മളൊരു 20% എല്ലാം പ്രൈസ് കൂടി. 20 ആക്കണമെന്നില്ല, നമ്മളൊരു വ്യത്യാസത്തിന് വേണേൽ 10 ആക്കാം. 10% കൂടി. ഒരു 70 രൂപയെന്ന് 77 രൂപ, അല്ലെങ്കിൽ 80 രൂപയെന്ന് 88 രൂപ. ദർ ഇസ് എ 10% ഇൻക്രീസ് ഇൻ ദ കൺസപ്ഷൻ ഓഫ് പെട്രോൾ. അല്ലെങ്കിൽ പെട്രോളിൻ്റെ കൺസപ്ഷനിലൊരു 15% അല്ല 15 ലിറ്റർ നമ്മൾ 10% ഇൻക്രീസ് ഉണ്ടായി. അപ്പോൾ ഈ 15 ലിറ്ററിന് നമ്മൾ എന്താക്കിയുള്ളൂ? കുറച്ചൊന്ന് വർക്ക് ചെയ്യിക്കും. ഒരു 14 എല്ലാം ആക്കുമായിരിക്കും. ഇതിൻ്റെ 10% എത്രയാണ്? 1.5 അല്ലേ? 10% 1.5. പക്ഷെ നമ്മൾ എന്താക്കിയുള്ളൂ? അത്രയും 1.5% തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കുറച്ചോ ഇല്ല, 14 കുറച്ചുള്ളൂ. ഇൻ കേസ് ഇവിടെ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആകണമെങ്കിൽ ഒരു 20 ലിറ്റർ കൺസ്യൂം ചെയ്യുന്നു എന്ന് വിചാരിക്കാം. 20 ലിറ്റർ കൺസ്യൂം ചെയ്യുന്നു എന്ന് വിചാരിക്കുമ്പോൾ ആ 1.5 നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. സോ 20 ലിറ്റർ കൺസ്യൂം ചെയ്യുന്നു, 10% ഇൻക്രീസ് ഇൻ പ്രൈസ് വന്നു. നമ്മളൊരു 19 എന്താക്കുന്നുള്ളൂ? ഒരു വീക്കിലി കൺസപ്ഷൻ 19 ലിറ്റർ ആയിട്ടേ കുറച്ചുള്ളൂ. ഇപ്പോൾ 10% റിഡക്ഷൻ വന്നപ്പോൾ ഏകദേശം 2 ലിറ്ററിൻ്റെ അടുത്ത് നമ്മൾ കുറയ്ക്കേണ്ടതായിരുന്നു. പക്ഷേ പെട്രോളാണ്, നമുക്ക് എത്ര വില കൂടുന്നതിനനുസരിച്ചിട്ട് അതേ അളവിൽ കുറച്ചിട്ട് എക്സ്പെൻഡിച്ചർ ഒരുപോലെ ആക്കാൻ പറ്റില്ല. കാരണം പെട്രോൾ ഈസ് സംതിങ് വാട്ട് എസെൻഷ്യലിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. പെട്രോളിന് പകരം നമുക്ക് വേറൊരു സാധനം ഉപയോഗിക്കില്ല, പോകേണ്ട സ്ഥലത്ത് പോയാൽ മതിയാവും. സോ ദർ ഈസ് എ ചേഞ്ച് ബട്ട് ലെസ് ദാൻ ദ പ്രൊപ്പോർഷനേറ്റ് പ്രൈസ് ചേഞ്ച് ആണ്. ലെസ് ദാൻ ദ പ്രൈസ് ചേഞ്ചിനേക്കാളും കുറവാണ്. ഈ പെട്രോളിൻ്റെ ഉപയോഗം നമ്മൾ വില കൂടിയത് കാരണം കുറച്ചു. പക്ഷെ കുറച്ചത് എന്തല്ല, ഈ എത്ര വില കൂടിയോ അതിനനുസരിച്ച് കുറച്ചിട്ടില്ല. അതിലും
കുറച്ചുകൂടി ഇപ്പോൾ നമ്മൾ ഒരു 20 ലിറ്റർ ഉപയോഗിക്കുന്നത് 10% വില കൂടിയപ്പോൾ 2 ലിറ്റർ 20ൻ്റെ 10% 2 ലിറ്റേഴ്സാണ്. അപ്പോൾ 2 ലിറ്റർ കൺസപ്ഷൻ കുറയ്ക്കേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ അത്രയും കുറച്ചില്ല, 19 ലിറ്റർ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അതായത് നമ്മുടെ ചേഞ്ച് ആ പ്രൈസ് ചേഞ്ചിൻ്റെ അതേ അളവിലെത്തില്ല, ആ പ്രൈസ് ചേഞ്ചിനേക്കാളും കുറച്ച് കുറവായിട്ടുള്ളൊരു ചേഞ്ചിനെ നമ്മൾ വ്യത്യാസം വരുത്തിയുള്ളൂ. ഇനി വേണമെങ്കിൽ നമ്മൾ ഡ്രസ്സ് പറയാം. സേ ഡ്രസ്സ് നമ്മളൊരു ഒരു വർഷത്തിലെല്ലാം ഒരു 10 ഡ്രസ്സ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. 10 ഡ്രസ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ സോ ദാറ്റ് എൻ ഇൻക്രീസ് ഇൻ പ്രൈസ് ചേഞ്ചസ് ഹാപ്പൻ, ദർ ഇസ് എൻ ഇൻക്രീസ് ഓഫ് 10%. ഒരു 10% വില കൂടി ഡ്രസ്സിൻ്റെ. അപ്പോൾ നമ്മളെന്താക്കി, ഈ 10% തന്നെ അങ്ങ് കുറച്ച് കഴിഞ്ഞു, ഡ്രസ്സിൻ്റെ 10%. സോ അത് ഈക്വൽ ചേഞ്ചാണ്. അതായത് എത്രയാണോ വില കൂടിയത് അത്ര തന്നെ കൺസപ്ഷൻ ഞാൻ കുറച്ച് കഴിഞ്ഞു. 10% വില കൂടിയിട്ടുണ്ടെങ്കിൽ 10% കൺസപ്ഷനും കുറച്ചാണ് നമ്മളെ ഡ്രസ്സിൻ്റെ. അപ്പോൾ ഇനി അടുത്തത് ഒരു ലക്ഷറി ഗുഡ്സ് എടുക്കാം. വേണമെങ്കിൽ നമുക്ക് കരിമീൻ എടുക്കാം, അല്ലെങ്കിൽ കൊഞ്ചല്ല എടുക്കാം, ഒരു ഫിഷ് അല്ലെങ്കിൽ കോസ്റ്റ്ലി ഫിഷോ അങ്ങനെ എന്തെങ്കിലും സാധനം. അപ്പോൾ കോസ്റ്റ്ലി ഫിഷിൽ എന്താക്കുക, നമ്മൾ ഒരു വർഷത്തിൽ ഒരാഴ്ചയിൽ നമ്മളൊരു 10 യൂണിറ്റ്സ് വാങ്ങുമായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ഇൻക്രീസ് ഉണ്ടാകുന്നു, ഒരു 25%ഓ അല്ലെങ്കിൽ 20% എല്ലാം ഇൻക്രീസ് ഉണ്ടാകുന്നു. സോ നമ്മളൊരു ലക്ഷറി ഗുഡാണ്. പെട്ടെന്ന് 400 രൂപ 500 രൂപയിലുള്ളത് 600 700 ആകുമ്പോൾ നമ്മൾ ഈ 10 യൂണിറ്റ്സ് വാങ്ങുന്നത് അങ്ങ് പകുതിയെല്ലാം ആക്കി കളയും. 5 യൂണിറ്റ്സ് 50% കുറച്ച് കളഞ്ഞു. 25% പ്രൈസ് ചേഞ്ച് ഉണ്ടായിട്ടുള്ളൂ, ബട്ട് നമ്മൾ എന്താക്കി 50% കുറച്ച് കളഞ്ഞു. സോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എന്താണ്, മോർ ദാൻ പ്രൈസ് ചേഞ്ച് ആണ്. സോ സമ്മിങ് അപ്പ്, എസെൻഷ്യൽ ഗുഡ്സിൽ മാറ്റമൊന്നുമില്ല, എത്ര വില കൂടിയാലും നമ്മളത് വാങ്ങിയേ മതിയാവും. പിന്നെ പെട്രോൾ പോലത്തെ ഗുഡ്, എന്താ കൺസപ്ഷൻ നമ്മൾ ലേശം കുറയ്ക്കുന്നുണ്ട്, പക്ഷേ കൂടിയ പ്രൈസിൻ്റെ അളവിൻ്റെ അത്ര കുറയ്ക്കുന്നില്ല. പിന്നെ ഡ്രസ്സ് പോലത്തെ സാധനങ്ങൾ എത്രയാണോ കൂടിയത് അത്ര തന്നെ നമ്മൾ കുറച്ച് കളഞ്ഞു കൺസപ്ഷൻ. പിന്നെ ഈ ലക്ഷറി ഗുഡ്സ്, നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഫാൻസി ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും ഫാൻസി ഐറ്റംസ്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഗോൾഡ് തന്നെ ഇപ്പോൾ പെട്ടെന്ന് വില കൂടി, ഒരു 10% 25% എല്ലാം ഗോൾഡിന് വില കൂടിയാൽ നമ്മൾ പിന്നെ അത് ഒരു 25% ചിലപ്പം പ്രൈസ് കൂടിയിട്ടുണ്ടാകും, പക്ഷേ കൺസപ്ഷൻ ഒരു 50% എല്ലാം കുറച്ചുള്ളൂ. അതായത് പ്രൈസിനേക്കാളും കൂടുതൽ അളവിൽ നമ്മളെന്താക്കുന്നു, ഈ നമ്മുടെ കൺസപ്ഷൻ കുറയ്ക്കുന്നു. അപ്പോൾ ഈ ഒരു കണ്ടില്ലേ, ഒരു പ്രൈസിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിൽ വരുന്ന വ്യത്യാസം, അല്ലെങ്കിൽ ഈ പ്രൈസ് ചേഞ്ചിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി മാറുന്നത് എല്ലാ സമയത്തും ഒരുപോലെയല്ല. എസെൻഷ്യൽ മെഡിസിനിൽ എന്താണ് 0 ആണ്. ഈ മറ്റേ പെട്രോൾ പോലത്തേതിൽ കുറച്ച് എന്താണ് കുറയുന്നതിനനുസരിച്ച് തന്നെ കുറയ്ക്കുന്നില്ല, ദ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഈസ് ലെസ് ദാൻ ദ പ്രൈസ് ചേഞ്ച്. പക്ഷേങ്കിൽ ഡ്രസ്സെല്ലാം ആകുമ്പോൾ അതേപോലെ തന്നെ കുറച്ച് കളയുന്നു. ലക്ഷറി ഗുഡ്സ് എല്ലാം ആകുമ്പോൾ അപ്പാട്, അതായത് പെട്ടെന്ന് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ്. ഒരു 10 യൂണിറ്റ്സ് 50% എല്ലാം നമ്മൾ എന്താ കളയുന്നു, കുറച്ച് കളയുന്നു. സോ ഈ ഒരു പ്രൈസിൻ്റെയും ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ടേമാണെന്ത്, ഇലാസ്റ്റിസിറ്റി. അതായത് നമ്മളതിനെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. അതായത് ഓരോ ചേഞ്ച് ഇൻ പ്രൈസ് അനുസരിച്ചിട്ട് നമ്മുടെ ഗുഡിൽ കൺസപ്ഷനിൽ ഉണ്ടാവുന്ന വ്യത്യാസം. സോ വി വിൽ ലുക്ക് ഫർദർ ഇൻ ടു വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് വാട്ട് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. So we will write the formal definition. Let's look into the formal definition of elasticity. So ED, we are representing elasticity as ED, that is percentage change in quantity demanded or percentage change in demand divided by percentage change in price. അതായത് എത്രയാണോ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടായ വ്യത്യാസം ഡിവൈഡഡ് ബൈ എത്രയാണോ പ്രൈസിലുണ്ടായ വ്യത്യാസം. ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് പെർസെൻറ്റേജ് ചേഞ്ച്? ദാറ്റ് ഈസ് മാത്തമാറ്റിക്സ്, നോട്ട് സോ എക്കണോമിക്സ്. വാട്ട് ഈസ് പെർസെൻറ്റേജ് ചേഞ്ച്? സോ നമ്മളൊരു 100 ആയിരുന്നു നമ്മുടെ നമ്പർ, ജസ്റ്റ് ഒരു നമ്പർ. 100-ന്ന് 110 വന്നു. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച്? സോ ഈ പെർസെൻറ്റേജ് ചേഞ്ച് കാണണമെങ്കിൽ ആദ്യം നമ്മൾ ചേഞ്ച് കാണണം. ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ നമ്പർ, അതായത് ഇനീഷ്യൽ എത്ര ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഉണ്ടായിരുന്ന നമ്പർ, ഇനീഷ്യൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇനീഷ്യൽ നമ്പർ ഇൻറ്റു 100.
I'm just trying to teach you what is percentage change. So what is the change here? 110 എന്ന് 100ൽ വന്നപ്പോൾ 10 ആണ് നമ്മുടെ ചേഞ്ച്, ബിക്കോസ് 110 minus 100 is equal to 10. So 10 ആണ് നമ്മൾ ചേഞ്ച്. ഇനീഷ്യൽ ക്വാണ്ടിറ്റി എത്രയാണ്? ഇനീഷ്യൽ ക്വാണ്ടിറ്റി 100 ആണ്. 100 എന്നല്ലേ മാറിയത്? If you are having confusion, let's go with 50. Let's go with 50 because കുറേ 100 വരുന്നു. 50 55ലേക്ക് മാറി. 50 നിന്ന് 55ലേക്ക് മാറി. എത്രയാണ് ചേഞ്ച് വന്നത്? What is the change? 55 minus 50 is 5. 5 is the change. 5 divided by initial quantity, ഇതാണ് 50. ഇനീഷ്യലി ഉണ്ടായിരുന്ന ഇനീഷ്യലിൽ നിന്ന് പോയത് അത് 5/50 into 100. 5/50 എത്രയാ? 1/10. 5 10 പ്രാവശ്യമല്ലേ പോവുക? 1/10 into 100, that is 10. അപ്പോൾ 10%, അതായത് അതാണ് ഇനീഷ്യൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. അതായത് പെർസെൻറ്റേജ് ചേഞ്ച്, അതായത് 50 നിന്ന് 55ലേക്ക് മാറിയപ്പോൾ ഉണ്ടായ പെർസെൻറ്റേജ് ചേഞ്ച് ആണ് 10%. So formulating, we have got an idea what is percentage change. So percentage change in demand divided by percentage change in price. Demand ഉണ്ടാകുന്ന ചേഞ്ച് percentage change divided by price ൽ ഉണ്ടാകുന്ന percentage change. So we are representing demand as Q, right? And price as P. Sure about, we have been doing that. So this change we are representing it with delta. ഒരു ഡെൽറ്റ വെച്ചിട്ട്, ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മൾ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈ എല്ലാം കഴിഞ്ഞ സെഷനിൽ ഉപയോഗിച്ചത്, അതായത് ഒരു ചേഞ്ച് എക്സ് നിന്ന് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, ആ രീതിയിൽ നമ്മൾ പറയും. ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. സോ നമ്മൾ ക്വാണ്ടിറ്റീനെ ഫോർ അണ്ടർസ്റ്റാൻഡിങ് P1 Q1 P2 Q2ലേക്കാണ് പ്രൈസ് മാറിയത്. അതായത് ഒരു P1 പ്രൈസിൽ Q1 ഡിമാൻഡ് ചെയ്തിരുന്നു, P2 പ്രൈസിൽ Q2 ഡിമാൻഡ് ചെയ്തിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുന്ന ഇലാസ്റ്റിസിറ്റി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സോ വൺ ഈസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. എങ്ങനെയാണ് പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കുക? എങ്ങനെയാണ്? Q2 മൈനസ് Q1 ഡിവൈഡഡ് ബൈ ഇനീഷ്യലി ഉണ്ടായിരുന്നത് Q1 എന്നല്ല Q2ലേക്ക് പോയത്, ഇനീഷ്യൽ Q1 ഇൻറ്റു 100. ഇത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആയേ. ഈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എത്രയാണ്? ഇനീഷ്യലി P1 ആയിരുന്നു, P2ലേക്ക് പോയി. അപ്പോൾ ഉണ്ടായ വ്യത്യാസം ചേഞ്ച് എത്രയാണ്? P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ P1. ഇനീഷ്യലി P1 ആയിരുന്നല്ലോ, P1 എന്നല്ലേ P2ലേക്ക് പോയത്, ഇൻറ്റു 100. ഈ Q2 മൈനസ് Q1നെയും ഈ P2 മൈനസ് P1 നമ്മൾ ഡെൽറ്റ പി എന്ന് വിളിക്കുന്നു. ഫോർ സിംപ്ലിഫിക്കേഷൻ നമുക്ക് മനസ്സിലാവേണ്ടി, അതായത് ഇങ്ങനെ Q2 മൈനസ് Q1 P2 മൈനസ് P1 എഴുതണ്ടാകാം. ഡെൽറ്റ ക്യൂ ബൈ Q1 നമ്മൾ Q എന്ന് ഇപ്പം റെപ്രസെൻറ്റ് ചെയ്യുന്നു. Q1 എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. നമുക്കിപ്പോൾ Q എന്ന് PQ എന്ന് P2 Q2ലേക്ക് പോയി എന്ന് ചിന്തിക്കുമ്പോൾ ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഡിവൈഡഡ് ബൈ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100. സോ വി ഹാവ് കൺക്ലൂഷനിലേക്ക് എത്തുകയാണെങ്കിൽ ഈ 100 വെട്ടിപ്പോകും, മുകളിലും താഴെ ആയതുകൊണ്ട്. പിന്നെ നമുക്ക് ബാക്കി വന്നത് എന്താ? ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ബൈ പി. സോ we are into some 6th or 7th standard mathematics. ഇത് രണ്ട് ഫ്രാക്ഷൻ എങ്ങനെ ഡിവൈഡ് ചെയ്യുക? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. സോ നമ്മൾ മുകളിൽ എഴുതാം ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ബൈ പി. അതിനൊന്ന് മാറ്റി എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? ഡെൽറ്റ ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലിക്കേഷൻ ടേമിൽ എഴുതുന്നു. ഇപ്പോൾ ഡിവിഷൻ ആണ്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ഈ പി മുകളിൽ വന്ന് ഡെൽറ്റ പി താഴെ വരും. സോ ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു പി ബൈ ഡെൽറ്റ പി ബൈ ഡെൽറ്റ പി. സോ again rearranging and writing, we have delta q, ഈ ഡെൽറ്റ പിനെ ഇങ്ങോട്ട് മാറ്റി എഴുതാം, ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. സോ
സോ ദാറ്റ്സ് ഇറ്റ്. ഒന്നുകൂടെ ഈ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി എന്ന് നമ്മൾ ഇതിനെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. ഈ ഡെൽറ്റ ക്യൂ ബൈ പി ബൈ ക്യൂ എന്ന ഒരു ഇതിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഈ സ്റ്റെപ്പായിരുന്നത് ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പിലേക്ക് 55 50 എല്ലാം മായ്ച്ചാലേ ഈ സ്റ്റെപ്പ് ഇതിൽ നിന്ന് ഇതിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡെൽറ്റ ക്യൂ ബൈ പി ഈസ് ഈക്വൽ ടു പി ബൈ ക്യൂ. അപ്പോൾ ഇലാസ്റ്റിസിറ്റീനെ ഈ ഇലാസ്റ്റിസിറ്റീനല്ല ഈ 10% നമുക്ക് ഫൈനലി ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന ഒരു ഫോമിലേക്ക് മാറ്റി എഴുതാം. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് elasticity, delta Q by delta P into P by Q. Let's do a problem on elasticity. Let's read out the problem. Suppose an individual buys 15 bananas when the price is 5 per banana. When the price is 5 per banana, he buys 15 banana. When the price increases to ₹7, price koodi, she reduces her demand by 12 banana. So 5 രൂപയായിരുന്നപ്പോൾ 15 ബനാന വാങ്ങുന്നുണ്ടായിരുന്നു. 7 രൂപയായപ്പോൾ 12 ബനാനയാണ് വാങ്ങുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. യു നോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഇ ഡി ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. സോ വി ഓൾ ന്യൂ ദാറ്റ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. നമ്മൾ ഇനീഷ്യൽ നേരത്തെ നമ്മൾ എന്താണ് ഫൈനലി എത്തിയ ഒരു ഇക്വേഷൻ ആയിരുന്നത് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ഡെൽറ്റ ക്യൂ? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. നമ്മൾ ഇനീഷ്യൽ ക്വാണ്ടിറ്റീനെ നമ്മൾ Q1 എന്ന് വിളിക്കാം. രണ്ടാമത്തെ മാറിയ ക്വാണ്ടിറ്റീനെ Q2 എന്ന് വിളിക്കാം. സോ Q1 എത്രയാണ് ഇവിടെ? സപ്പോസ് an individual buys 15 bananas. ബൈ ചെയ്ത് 15 ബനാനാണ് Q1 ഉള്ളത്. Q2 എത്രയുണ്ട്? Q2 she reduces it to 12 bananas. 12. P1 എന്താ? എത്രയായിരുന്നു പ്രൈസ്? 5 രൂപയ്ക്ക് 15 വാങ്ങുന്നു, 7 രൂപയ്ക്ക് 12 വാങ്ങുന്നു. സോ ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ജസ്റ്റ് റിട്ടൺ ഡൗൺ ദ വാട്ട് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ആയാൽ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. സോ Q1 എഴുതി P1 എഴുതി, അതായത് P1 പ്രൈസിൽ 15 എണ്ണം വാങ്ങുന്നു. സോ 7 പ്രൈസിൽ 12 ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നു. സോ വി ഹാവ് ദിസ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് വാല്യൂസ് ഇൻ ദ ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ദാറ്റ് ഈസ് വാട്ട് Q2 മൈനസ് Q1, അതായത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റിയിലുണ്ടായ വ്യത്യാസം അതെത്രയാണ്? 3 ആണ് അല്ലേ? 15 നിന്ന് 12 വന്നു. 12 മൈനസ് 15 മൈനസ് 3 ആണ്. പക്ഷെ നമ്മൾ പോസിറ്റീവ് വാല്യൂ ചേഞ്ച് മാത്രമേ നമ്മളിവിടെ എഴുതുന്നുള്ളൂ. 3 ആണ്. ഡെൽറ്റ പിയിലുണ്ടായ വ്യത്യാസം എത്രയാണ്? 7/5 2. 7/5 അല്ല, 7 5 വ്യത്യാസം വന്നത് 2. പ്രൈസിലെ വ്യത്യാസം എത്രയാണ്? 7 5 രൂപയായി. വ്യത്യാസം എത്രയായാലും 5 7 രൂപയായി. എത്രയുടെ വ്യത്യാസം വന്നു? 2 രൂപയുടെ വ്യത്യാസം വന്നപ്പോൾ 3 ഗുഡ് കുറഞ്ഞു. അത് നമ്മളിവിടെ എഴുതി ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. പി ബൈ ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ P1/Q1 തന്നെയാണ്. ഇനീഷ്യൽ പ്രൈസാണ്. നമുക്ക് പിന്നെയും നമ്മൾ ഈ ഒരു എളുപ്പത്തിന് ഇങ്ങനെ എഴുതാം, കൺഫ്യൂഷൻ ആയി പോകണ്ട. Q1 P1. സോ ഞാൻ Q1 Q2 എന്ന് എഴുതിയത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. P1 Q1. അപ്പോൾ മൈൻഡിൽ ഉണ്ടാവേണ്ടത് ഈ ഇക്വേഷനിൽ ഇനീഷ്യലി ഉള്ള പ്രൈസാണ് P/Q എന്നുള്ളതാണ്. ഓക്കെ, P/Q ഈസ് അവർ ഇനീഷ്യൽ പ്രൈസ്. സോ Pയും Q എഴുതി, Q1 Q2 എഴുതി, അല്ലെങ്കിൽ ഇവിടെ P' Q' എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്ത്, അതായത് ഇനീഷ്യലി തന്നതും പിന്നെ ചേഞ്ചിൻ്റെ ക്വാണ്ടിറ്റി എഴുതി. അപ്പോൾ 3/2 ഇൻറ്റു P/Q. P എത്രയാ? P5. 5/Q. Q 15 ആണ്. സോ 3 ഇൻറ്റു 5 എത്രയാ? 15. 2 ഇൻറ്റു 5 30. 15/30 എത്രയാ? 1/2. സോ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ED ഈസ് ഈക്വൽ ടു 1/2 അല്ലെങ്കിൽ 0.5. സോ ഇതിന് നമുക്ക് ഫോർമൽ ഡെഫിനേഷനിലേക്ക് പോയിട്ട് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് സെപ്പറേറ്റ് കണ്ടുപിടിച്ച്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഡിമാൻഡ് സെപ്പറേറ്റ് കണ്ടുപിടിച്ച് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ ആൻസർ കിട്ടും. ബട്ട് വിത്ത് ദിസ് സ്റ്റെപ്പ്
With this step, this is an easy formula. We no need to go for percentage change. നമ്മൾ 100 എല്ലാം കണ്ടുപിട്ട് percentage delta Q by Q into 100 കണ്ട് ക്വാണ്ടിറ്റിയുടെ percentage change കണ്ട് delta P by P into 100 കണ്ട് പ്രൈസിൻ്റെ percentage change കണ്ട് അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടും. ബട്ട് നമ്മുടെ ഏർലിയറിൽ നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ എന്താ ഇ ഡിനെ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതിയിരുന്നു. സോ ഈ ഫോർമുല മനസ്സിലുണ്ടാവുക. വാല്യൂസ് തന്നാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ദിസ് is an important question which might come into the examination. So this is how we find the elasticity of demand. Let's look into the elasticity of a linear demand curve. From the last session we know that the equation of a linear demand curve is Q is equal to A minus BP. നമ്മൾ ഇവിടെ ഒരു പ്രൈസ് ഇത് വരയ്ക്കുന്നു. സോ ഇതാണ് നമ്മുടെ ലീനിയർ ഡിമാൻഡ് കർവ്. സോ ഇതിൻ്റെ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു മൈനസ് ബി ആണ്. അതായത് ഈ മൈനസ് ബി ആണെന്ത്? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു മൈനസ് ബി. സോ അപ്പോൾ നമ്മളിനി ഈ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇലാസ്റ്റിസിറ്റി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. സോ ഇ ഡി ഈസ് ഈക്വൽ ടു വാട്ട് വാസ് അവർ ഇക്വേഷൻ? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി into P by Q. We know that delta Q by delta P is minus B. Substituting that, ഈ മൈനസ് ബീനെ ഇവിടെ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൈനസ് ബി ഇൻറ്റു പി ബൈ ക്യൂ. ഈ ക്യൂ ഇതാണെന്ന് നമുക്കറിയാം. സോ മൈനസ് ബി പി ബൈ ക്യൂ എ മൈനസ് ബി പി. ഇതാണ് നമ്മളെ പുതിയ ഇ ഡിൻ്റെ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇ ഡിൻ്റെ ഒരു ഇക്വേഷൻ. ഐ മേഡ് 2 സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലാസ്റ്റിസിറ്റിയിൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പിക്ക് മൈനസ് ബി കൊടുത്തു, അതുപോലെ ക്യൂവിന് എ മൈനസ് ബി പിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി ആർ കമ്മിങ് ടു ഇക്വേഷൻ ഓഫ് ഇ ഡി ഈസ് ഈക്വൽ ടു മൈനസ് ബി പി ഇൻറ്റു എ മൈനസ് ബി പി. സോ വി ആർ ട്രൈയിങ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് ഇ ഡി and ED when different value അനുസരിച്ച് ഇ ഡിയിൽ എന്ത് മാറ്റം വരുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ ലെറ്റ്സ് പുട്ട് പി ഈസ് ഈക്വൽ ടു 0. പി 0 ആകുമ്പോൾ എന്താണ് ഇലാസ്റ്റിസിറ്റി? വെൻ പി ഈസ് ഈക്വൽ ടു 0 മൈനസ് ബി ഇൻറ്റു പി. പി എന്താ? 0 ആണ്. 0 ബൈ എന്തോ എന്നുള്ള പിന്നെ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. എ മൈനസ് ബി ഇൻറ്റു 0. ഇവിടെ തന്നെ 0 വന്നാൽ പിന്നെ ഫുൾ ടേം എന്തായി? 0 ആയി. സോ വെൻ പി ഈസ് ഈക്വൽ ടു 0 ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 0. ഇലാസ്റ്റിസിറ്റി എന്താണ്? 0 ആണ്. സോ അതിനെ നമ്മളൊരു ഗ്രാഫിൻ്റെ ടേംസിൽ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ പിയും ക്യൂ എഴുതി നമ്മൾ ഇതിനെ ലീനിയർ ഡിമാൻഡ് കർവിനെ ഡെപ്പിക്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ക്യൂ എപ്പാണ് 0 ആവുക? ഈ കർവിൽ ക്യൂ എപ്പാണ് 0 ആവുക? പി എപ്പാണ് 0 ആവുക? പി 0 ആകുന്ന ഒരേ ഒരു പോയിൻ്റേ ഉള്ളൂ, അത് ഇതാണ് അല്ലേ? സോ ഇവിടെ ഈ പോയിന്റിൽ ഇലാസ്റ്റിസിറ്റി നമ്മൾ ഇ ഡി എന്ന് വിളിച്ചു. ഇ ഡി ഈസ് ഈക്വൽ ടു 0. ഇ ഡി ഈസ് ഈക്വൽ ടു 0. സോ ഇനി നമ്മൾ ക്യൂ 0 ആകാണ്. ക്യൂ 0 ആവുന്നൊരു പോയിന്റിൽ നോക്കാം. വെൻ ക്യൂ ഈസ് ഈക്വൽ ടു 0. ക്യൂ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ഇക്വേഷൻ എടുക്കണമെന്നില്ല. ക്യൂ ഉള്ള ഇക്വേഷൻ ഇതാണ്. മൈനസ് ബി ഇൻറ്റു പി ബൈ ക്യൂ. ക്യൂ 0 ആകുന്ന ഇക്വേഷൻ നോക്കിയാൽ മൈനസ് ബി പി ബൈ 0. എന്തെങ്കിലും ഡിവൈഡഡ് ബൈ 0 എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി. അപ്പോൾ ക്യൂ 0 ആവുന്ന ഈ ഗ്രാഫിൽ ഒരു പോയിന്റ് ഏതാ? ക്യൂ 0 ആകുന്ന പോയിന്റ് ഇതാണ് അല്ലേ? ഇവിടെയാണ് ക്യൂ 0 ആവുന്നത്. അവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻഫിനിറ്റി ആണ്. സോ നെക്സ്റ്റ് വി ക്യാൻ ട്രൈ ടു ഫൈൻഡ് ഔട്ട് വേറെ ഈ ഗ്രാഫിൽ എന്തെല്ലാം പ്ലോട്ട് ചെയ്താലാണ് നമുക്കൊരു ഈ ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ എക്സാക്ട്ലി. കാരണം 2 പോയിന്റ് കിട്ടിയാൽ തന്നെ നമുക്ക് ലൈന് വരയ്ക്കാം. പക്ഷേ വേറെ ഈ ഗ്രാഫിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 1 ആവുന്ന ഒരു കേസ് നോക്കാം. സോ ലുക്ക് അറ്റ് വെൻ പ്രൈസ് പി ഈസ് ഈക്വൽ ടു എ മൈനസ് 2 ബിയിൽ
പ്രൈസ് പി ഈസ് ഈക്വൽ ടു എ മൈനസ് 2ബിയിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു നോക്കാം. സോ മൈനസ് ബി ഇൻറ്റു എ മൈനസ് 2b ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഇൻറ്റു പിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നു എ മൈനസ് 2b. ഇതിൽ ബിയും ബിയും കട്ടായി പോവും, ഈ ബിയും ബിയും കട്ടായി പോവും. സോ മൈനസ് എ ബൈ 2 ഡിവൈഡഡ് ബൈ എ മൈനസ് എ ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എ ബൈ 2 divided by minus a by 2 that's equal to 1. So at price p is equal to a minus 2bയിൽ നമ്മുടെ ഇലാസ്റ്റിസിറ്റി എന്താണ്? 1 ആണ്. സോ ഇവിടെ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞത്. ഇൻഫിനിറ്റി ആകുമ്പോൾ ഇലാസ്റ്റിസിറ്റിയുടെ പ്രൈസ് എത്രയാണ്? പ്രൈസ് ഇപ്പോൾ Q0 ആകുമ്പോഴാണ് അവിടെ ഇൻഫിനിറ്റി വരുന്നത്. അപ്പോൾ Qക്ക് 0 ഇട്ട് കൊടുത്താൽ Qന് 0 ഇട്ട് കൊടുത്താൽ 0 ഈസ് ഈക്വൽ ടു a minus bp, അപ്പോൾ bp is equal to a, p is equal to a by b. a by b യിലാണ് എന്ത് ഇൻഫിനിറ്റി വരുന്നത്. സോ ഇവിടുത്തെ ഫോർമുല, അതായത് ഇവിടുത്തെ ഈ ഇൻഫിനിറ്റി ആവുന്നത് a by b ആണ്. സോ a by b. സോ ഇലാസ്റ്റിസിറ്റി നമുക്കിപ്പോൾ ഒരു 3 പോയിൻറ്റ്സ് നമുക്ക് വന്നു. അതായത് 1 വരുന്നത് a മൈനസ് 2bയിൽ ഇലാസ്റ്റിസിറ്റി 1 ആണ്. ഇവിടെ ഇലാസ്റ്റിസിറ്റി 0 ആകുന്നു, ഇവിടെ ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റി ആകുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലം, അതായത് 0ന്ന് 1ലേക്ക് വരികയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആണ്, 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്, ഇലാസ്റ്റിസിറ്റി 1നേക്കാളും കൂടുതലാണ്. സോ ഈ ഒരു 5 കേസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി 0 ആണ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നത്. നമ്മുടെ എസെൻഷ്യൽ ഗുഡ്സിൻ്റെ ആ ഒരു ടൈപ്പ് ക്വാണ്ടിറ്റി വരുന്നു. ഇവിടെ പിന്നെ ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആകുമ്പോൾ പ്രൈസ് ചേഞ്ചിൻ്റെ അത്ര ക്വാണ്ടിറ്റി വരും. ഇവിടെ നമ്മുടെ പെട്രോളിൻ്റെ എക്സാമ്പിൾ വരുന്നു. ഇവിടെ 1 വരുമ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ പറഞ്ഞത്, എത്ര ക്വാണ്ടിറ്റി ആണോ എത്ര പ്രൈസ് ആണോ പറഞ്ഞത് അത്രയും കുറച്ചുകൾ. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 എല്ലാം വരുമ്പോൾ, അതായത് നമുക്കൊരു കുറച്ചുകൂടെ ഒരു ലക്ഷറി ഗുഡിൻ്റെ ഒരു കേസ് പറയും. ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റി ആകുമ്പോൾ നമ്മൾ ആ പറഞ്ഞ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ്, ഒരു ഒറ്റയടിക്ക് തന്നെ എന്താണ് മാറിപ്പോവാണ്. അതായത് എത്രയും ഗുഡ് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഈ ഇലാസ്റ്റിസിറ്റി ഡ്രാസ്റ്റിക് ഒരു ചെറിയ പ്രൈസ് ചേഞ്ച് വരുന്നപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഡിമാൻഡ് കംപ്ലീറ്റ് ഷിഫ്റ്റ് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഒരു പ്രൈസ് പോയിന്റിൽ എത്രയും കൺസ്യൂമറിന് ഡിമാൻഡ് ചെയ്യാം എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. സോ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദാറ്റ് വാട്ട് 5 ഇലാസ്റ്റിസിറ്റീൻ്റെ പറഞ്ഞത്. ഇലാസ്റ്റിസിറ്റി 0 ആവുന്ന കേസ്, ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആവുന്ന കേസ്, ഇലാസ്റ്റിസിറ്റി 1 ആവുന്ന കേസ്, ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസ്, ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റി ആവുന്ന കേസ്. സോ ഇൻ ദിസ് ക്ലാസ്, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിമാൻഡ് കർവിനെ കുറിച്ച്, മാർക്കറ്റ് ഡിമാൻഡ് കർവിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. സോ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഈസ് വാട്ട്? സം ഓഫ് ദ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ആണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഹൊറിസോണ്ടലി സം അപ്പ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ദെൻ വി ടോക്ക്ഡ് അബൌട്ട് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റിയുടെ എന്താണ് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. ചില ഗുഡ്സ് നമ്മൾ പ്രൈസ് ചേഞ്ചിനനുസരിച്ച് ഗുഡ്സ് വാങ്ങുന്നതിൽ കുറച്ച് പെട്രോള്, പിന്നെ അതുപോലെ നമ്മുടെ മീൻ, എസെൻഷ്യൽ മെഡിസിൻസ്, ആവശ്യ മരുന്നുകൾ, ജീവൻ നിലനിർത്തുക, ആ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ട് അത് പ്രൈസ് ചേഞ്ച് വരുമ്പോൾ അതിൻ്റെ കൺസെപ്ഷനിൽ എന്ത് വ്യത്യാസം വരുന്നു എന്ന് പറഞ്ഞു. ദെൻ വി ട്രൈ ടു ഫോർമുലേറ്റ് ദ ഇക്വേഷൻ ഫോർ ഇലാസ്റ്റിസിറ്റി. വി ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ഇലാസ്റ്റിസിറ്റി. വാട്ട് വാസ് ഇലാസ്റ്റിസിറ്റി ഇക്വേഷൻ? ഡെൽറ്റ പി, ആ ഇക്വേഷൻ ഉണ്ടല്ലോ, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ദെൻ വി ഡിഡ് എ പ്രോബ്ലം. ദാറ്റ് പ്രോബ്ലം ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ what we consider the linear demand curve function and try to say that there are 5 ഇലാസ്റ്റിസിറ്റിക്ക് 5 വാല്യൂസ് ഉണ്ടാവും എന്നും നമ്മൾ ഈ സെഷനിൽ പറഞ്ഞു. താങ്ക്സ്.